കോടതി പറഞ്ഞത് നമ്മളതിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ പരിവേഷിൽ ഇത് അപ്ലൈ ചെയ്യണം. അല്ല നമുക്കിത് വെറുതെ കയറി അനുമതി കൊടുക്കാവുന്ന കാര്യമല്ല. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോസസ്സ് പൂർത്തിയാക്കണമെന്നും പൂർത്തിയാക്കി കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കണമെന്നുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. മരം മുറിക്കുന്ന കാര്യത്തിൽ നമുക്കങ്ങനെ കയറി പെർമിഷൻ കൊടുക്കുന്നത് അത് എൻവയറമെൻറ്റൽ ക്ലിയറൻസ് ഉൾപ്പെടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും കൂടി പെർമിഷൻ ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിന് ഫോറസ്റ്റിൻ്റെ പരിവേഷ് ട്യൂബിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സംസ്ഥാനം അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ് പൂർത്തിയാക്കി കേന്ദ്ര ഗവൺമെൻറ്റിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ അറിയിക്കുക. അതുമായുള്ള തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അല്ല മരമുറി കേസിൽ നമുക്കൊരു പെർമിഷൻ കൊടുക്കാൻ അധികാരം ഇതിനകത്തില്ല. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രൗട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് അനുകൂലമാണ്. നമ്മളതിന് എന്ത് എതിർത്ത് നമ്മൾ ഗ്രൗട്ടിങ് പറഞ്ഞത് എന്താ? ഗ്രൗട്ടിങ് പറഞ്ഞത് ഫുള്ളായിട്ട് ഗ്രൗട്ട് ചെയ്യണം. അതാണല്ലോ പറഞ്ഞത് സൂപ്പർവൈസറി കമ്മിറ്റിയോട് പരിശോധിക്കാൻ. അവർ പറഞ്ഞത് ഒരു സ്റ്റെപ്പിന് മുകളിലേക്കുള്ള ഗ്രൗട്ടിങ്ങാണ് പറഞ്ഞത്. അതിൻ്റെ ബോട്ടം കൂടി ഗ്രൗട്ട് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചത്. അതാണ് സൂപ്പർവൈസറി കമ്മിറ്റിയോട് പരിശോധിക്കാൻ പറഞ്ഞത്. ഘാട്ട് റോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മളവിടെ BMBC നിലവാരമുള്ള റോഡ് ഉണ്ടാക്കണമെന്നാണ് തമിഴ്നാട് ആവശ്യപ്പെട്ടത്. അത് സാധ്യമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡ് മാത്രമേ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിവരം നമ്മൾ അറിയിച്ചു. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ചാൽ മതിയെന്നും അത് കേരളം തന്നെ നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ ബില്ല് തമിഴ്നാടിന് കൊടുത്താൽ മതിയെന്നും പറഞ്ഞു. ആ റോഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ അതിനകത്തും വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അല്ല, പുതിയ ഡാം ഇതിനകത്ത് ഇന്നെടുത്തതിനകത്തില്ലല്ലോ. ഇന്നെടുത്തിട്ടുള്ള ഇന്ന് ഇവാലുവേറ്റ് ചെയ്ത 6 കാര്യങ്ങളും അതിപ്പോഴും നമ്മൾ മാറ്റമില്ല. നമ്മൾ ആ നിലയിൽ തന്നെയാണല്ലോ സംസ്ഥാന ഗവൺമെൻറ് നിലനിൽക്കുന്നത്. നമ്മൾ ഇന്നും തമിഴ്നാടുമായി ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും എതിരഭിപ്രായങ്ങൾക്ക് വേണ്ടിയല്ല. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഒരു സേഫ്റ്റി കൺസേണിൽ ഒരു പുതിയ ഡാം ഉണ്ടാകുക എന്നുള്ള സംസ്ഥാനത്തിൻ്റെ താല്പര്യം എന്നും ആവർത്തിച്ച സുപ്രീം കോടതിയെയും സൂപ്പർവൈസറി കമ്മിറ്റിയെയും തമിഴ്നാടിനെ നമ്മൾ അറിയിക്കുന്നുണ്ട്. അത് തമിഴ്നാടിന് ജലം നിഷേധിച്ചുകൊണ്ടല്ല, തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെയാണ് അക്കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനൊന്നും മാറ്റമില്ല. ഇതിപ്പം ഡോർമെറ്ററിയുടെ നിർമ്മാണത്തിൽ ഉള്ള പ്രശ്നങ്ങൾ, ഡോർമെറ്ററി അതിനാണ് 2 കൂട്ടരോട് ഒരുമിച്ച് ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്താൻ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഗട്ട് റോഡിൻ്റെ നിർമ്മാണം, ആ ഗട്ട് റോഡ് ഇപ്പം ആ റോഡ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ആവശ്യമുണ്ട് നമുക്ക് അവിടെ പോകുന്നതിന് വേണ്ടിയുള്ള ഗട്ട് റോഡെന്ന് പറയുന്നത്. അപ്പോൾ അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്താൽ മതി. അത് കേരളം തന്നെ ചെയ്തു. പിന്നെ എന്താ, നമ്മുടെ ഒരു ഉദ്യോഗസ്ഥനെ പാടില്ല എന്നായിരുന്നു തമിഴ്നാട് പറഞ്ഞത് ഇതിൻ്റെ സൂപ്പർവൈസിങ്. പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം മതി എന്ന് കോടതി പറഞ്ഞു. കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നമില്ല. സംസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ 2 സ്റ്റേറ്റിനും യോജിച്ച വിധത്തിലുള്ള തീരുമാനം എടുക്കാൻ കഴിയുന്ന ഏത് ഘട്ടത്തിലും നീങ്ങാൻ സംസ്ഥാനം തയ്യാറാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ പുതിയ ഡാം ഉണ്ടാകണമെന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് കേരളം നിൽക്കുന്നത്. എന്നാൽ കോടതിയിൽ ഇത്തരം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഒരിക്കലും എന്താ പറഞ്ഞത്? സെൻട്രൽ വാട്ടർ കമ്മീഷൻ നമ്മൾ 2 കാര്യങ്ങൾ നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു. ഒന്ന്, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട എമർജൻസി ആക്ഷൻ പ്ലാൻ ഉണ്ടാകണം. അതുപോലെ കോംപ്രഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ വേണം. ഈ 2 കാര്യങ്ങളെ സംബന്ധിച്ച് സെൻട്രൽ വാട്ടർ കമ്മീഷൻ നല്ല നിർദ്ദേശങ്ങളാണ് കൊടുത്തത്. തമിഴ്നാട് ഈ കാര്യത്തിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് 1 ഇയർ കാലാവധിയും കൂടെ പറഞ്ഞു ആരംഭിക്കണം. പക്ഷേ ഇക്കാര്യങ്ങൾ തമിഴ്നാട് കാര്യഗൗരവമായി തുടക്കം കുറിച്ചിട്ടില്ല എന്നുള്ള വിവരം നമ്മുടെ സുപ്രീം കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ വീണ്ടും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്നെടുത്ത കേസ് നമ്മൾ ആദ്യം പറഞ്ഞ 6 കേസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഗട്ട് റോഡിൻ്റെ വിഷയമാണെങ്കിലും അവൾ തന്നെ ഒരു പുതിയ ബോട്ട് വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അത് നിയമപരമായിട്ടുള്ള സാധ്യതകൾ, വൈൽഡ് ലൈഫിൻ്റെ ഇഷ്യൂ ഉണ്ട്, മറ്റൊരു വിഷയമുണ്ട്. ആ സാധ്യതകൾ പരിശോധിച്ചിട്ട് ബോട്ട് കൊടുക്കണോ വേണ്ടതെന്ന് ആലോചിക്കാം. അതിനിപ്പോൾ നമുക്ക് തർക്കങ്ങളൊന്നുമില്ല. നമ്മൾ പുതിയ ബോട്ട് എടുത്തല്ലോ, നമ്മുടെ പുതിയ ബോട്ട് എടുത്തു. ഇനി അവർക്കൊരു ബോട്ട് ആവശ്യമാണോ? ആ സാധ്യതകൾ പരിശോധിച്ച് നമുക്കത് കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ എടുക്കാം. ആ കൂടെ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ബോട്ട് കൂടെ മേടിച്ചേക്കാം. നമ്മുടെ ആവശ്യത്തിനും കൂടെ പരിഗണിക്കത്തക്ക വിധത്തിലുള്ള പുതിയ ബോട്ടും കൂടെ നമുക്ക് വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. അതൊന്നും ഒരു തർക്ക വിഷയമല്ല. ബട്ട് ഡാം അവിടെ തന്നെ ഈ മെയിൻ്റനൻസ് റിപ്പയർ വർക്കുകൾ നടക്കുന്നതും ഡാമുമായി ബന്ധപ്പെട്ട വർക്കുകളല്ല. ഇതിൻ്റെ ഈ ഡോർമെറ്ററിയുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള അല്ലാതെ വർക്കുകളുടെ കാര്യത്തിലാണ് പിന്നെ 1-2 വർക്കുകൾ കുമിളിയിലാണ്, തേക്കടിയിലാണ് ഇതിൻ്റെ ബോട്ടിംഗ് പ്ലാന്റിൻ്റെ സൈഡ്, അങ്ങനെയൊക്കെയുള്ള സൈഡിലുള്ള കാര്യങ്ങൾ. ഡാമുമായി ബന്ധപ്പെട്ട വർക്കുകളല്ല ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് കൊടുത്ത മറുപടികളിൽ
നമ്മൾ പറഞ്ഞ കാര്യങ്ങളും കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതിൽ മരമുറിയുടെ കേസിൽ നമുക്ക് നേരിട്ട് പെർമിഷൻ കൊടുക്കാനായിട്ട് അവകാശങ്ങളൊന്നും ഇക്കാര്യത്തിലില്ല. അത് പരിവേഷനിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പം സ്റ്റേറ്റ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ 2 ആഴ്ചക്കകം തീരുമാനമെടുത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ അറിയിക്കണം എന്നുള്ളത് മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതിൽ എന്താണ് നമ്മുടെ വ്യൂ എന്ന് നമുക്ക് കുറേ കൂടി ഗഹനമായി പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സാഹചര്യമുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിനെ വിവരം അറിയിക്കും.